हमें एक और बार परमेश्वर ने ऐसे मिलकर परमेश्वर का वचन सीखने के लिए मौका दिया, इसलिए मैं परमेश्वर का धन्यवाद देता हूँ। 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിച്ചുകൊണ്ട് ആരംഭിക്കാം. അതിങ്ങനെയാണ്. पहला कोरिन्थियों 10 का 17 में ऐसा लिखा है। 1 കൊരിന്ത്യർ 10-ന്റെ 17. അപ്പം ഒന്നാകൊണ്ട് പലരായി നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. पहला कोरिन्थियों 10 का 17 में ऐसा लिखा है, इसलिए कि एक ही रोटी है, सो हम भी जो बहुत है एक देह है, क्योंकि हम सब उसी एक रोटी में भागी होते हैं। ഇന്ന് കർത്തൃമേശ യോഗമല്ല, എന്നിരുന്നാലും ഈ ഈ വചനം ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. आज प्रभु मेज का दिन नहीं है, फिर भी आज ये वचन को मनन करने के लिए मैं मन करता हूँ। ആദിമസഭയില് ആദ്യകാലങ്ങളിൽ വിശ്വസിച്ചവര് അവരെല്ലാ ദിവസവും ഭവനത്തിൽ കൂടി വന്ന് അപ്പം നുറുക്കിയിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. तो हम पहला सप्ताह में वे लोग क्या करते थे, घर घरों में मिलकर उधर इकट्ठे होकर वो लोग में रोटी तोड़ते थे करके हम जानते हैं। അതൊരു ചടങ്ങല്ലായിരുന്നു. അതിലുപരിയായിട്ട് ക്രിസ്തുവിന്റെ മരണത്തെ അവരെ ഘോഷിക്കുകയായിരുന്നു. तो वो एक रीत रिवाज नहीं था, पर वे लोग क्या करते थे, रोटी तोड़ने के द्वारा वे लोग परमेश्वर का मृत्यु का प्रस्तावना करते थे। അത് വളരെ അർത്ഥപൂർണമാണ് അപ്പം നുറുക്കാൻ കൂടുക എന്നുള്ളതും അപ്പം നുറുക്കുന്നതും. तो ये रोटी तोड़ना और रोटी तोड़ने के लिए हम इकट्ठा होना, ये बहुत अर्थपूर्वक चीज है भाइयों। അപ്പം അത് ഒന്നായി തീർന്നതാണ് എന്നാണ് മനസ്സിലാകുന്നത്. പല ഗോതമ്പ് മണി പൊടിഞ്ഞ് കുഴഞ്ഞ് നനഞ്ഞ് കുഴഞ്ഞ് അത് വെന്ത് ഒന്നായതാണ്. तो हम जो अनेक है, हम एक रोटी बन गए हैं करके लिखा गया है, तो उसका मतलब क्या है, वो अनेक जो बीज है वो भीग कर, वो पीस कर, वो गर्मी से जाकर बहुत सारे प्रक्रियाओं से जाकर वो एक रोटी बनता है। അതെ, ഗോതമ്പ് ഒരു പ്രക്രിയയിലൂടെ പോകുമ്പോഴാണ് അത് അപ്പമായി തീരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. तो हम सब जानते हैं गेहूं का जो एक बीज है वो एक प्रक्रिया के द्वारा जाकर वो एक रोटी बनता है। അതെ, പ്രത്യേകിച്ച് കേരളത്തിന് വെളിയിലുള്ളവരെല്ലാം അതെ ചപ്പാത്തി തിന്നുന്നവരാണ്. അപ്പോൾ വ്യക്തമായിട്ടറിയാം, ആ ഗോതമ്പ് പൊടിച്ച് കുഴച്ച് അത് വേവിച്ച് അത് പരത്തി വേവിച്ച് അതെ അത് അങ്ങനെയാണ് അപ്പം ഉണ്ടാക്കുന്നത്. तो हम सब चपाती खाए, हम सब रोटी खाए, हम जानते हैं कि गेहूं को पीस कर उसे आटा बनाकर उसे एक साथ मिलाकर पानी डालकर बहुत सारे प्रक्रियाओं से उसको फिर एक रोटी बनाया जाता है। യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിലുണ്ട്, ഗോതമ്പ് മണി അത് അങ്ങനെ തന്നെ ഇരുന്നാല് പ്രയോജനമില്ല, എന്നാൽ അത് ഗോതമ്പ് മണി വീണ് അത് തകർന്നതിനാലാണ് അനേക ഗോതമ്പ് മണികൾ ഉളവായതെന്ന്. तो हम यूहन्ना का पुस्तक 12 का 24 में हम जानते हैं कि जो बीज है, जो वो अकेला रहेगा तो वो किसी को कोई फायदा नहीं लाता है, पर अगर वो बीज धरती पर आकर मर गया तो उसमें से अनेक बीज उत्पन्न होंगे करके उधर लिखा है। 25-ാം വാക്യത്തിൽ കാണുന്നത്, തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും എന്ന് നാം വായിക്കുന്നു. तो 25 में क्या लिखा है कि जो अपने प्राण को प्रिय जानता है वह उसे खो देगा, और जो इस जगत में अपने प्राण को अप्रिय जानता है वो अनंत जीवन के लिए उसकी रक्षा करेगा करके लिखा है। നാം ക്രൂശിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വേണ്ടി തകർന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. तो हम क्रूस की ओर देखते समय में हमारे लिए टूटा हुआ पिसा हुआ मसीह को हम देखते हैं। അതെ, ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് ക്രൂശിൽ നമുക്കായി തകർന്നത്.
मसीह हमें परमेश्वर से मेल मिलाप करने के लिए, परमेश्वर के निकट लाने के लिए है। क्रूस पर वो मारा गया, वो पीसा गया। അതെ, അവനാണ് ഒരു ഗോതമ്പ് മണി പോലെ അതെ ഭൂമിയിലേക്ക് വന്ന് തന്നെത്താൻ മരണത്തിന് ഏൽപ്പിച്ചത്. वो मसीही है जो एक बीज के समान इस धरती पर आकर मृत्यु उसने सहा, मृत्यु के अधीन हुआ। അങ്ങനെ അങ്ങനെ അവന്റെ ക്രൂശ് മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും ആ, അതെ അതിൽ വിശ്വസിച്ചതിനാൽ നാമും ജീവനുള്ളവരായി തീർന്നു. तो उसके उसके मृत्यु और उसके पुनरुत्थान पे विश्वास हम जो किए हैं, हम भी उसका जीवन में एक हो गए। हमें उसका जीवन मिल गया। ഇന്ന് ഓരോ വിശ്വാസിയും അനേക ഗോതമ്പ് മണികളെ പോലെയാണ്. तो हम हर एक विश्वासी अनेक गेहूं के समान, बीज के समान अभी बन गए हैं। അതെ, ഗോതമ്പ് മണിയും അങ്ങനെ തന്നെ ഇരുന്നാൽ അപ്പമാകയില്ല. ഗോതമ്പ് അത് പൊടിഞ്ഞ് അത് ഒരു പ്രക്രിയയിലൂടെ പോകുന്നതിലൂടെയാണ് അപ്പമായി മാറുന്നത്. तो हम गेहूं को जानते हैं। गेहूं का बीज अगर वैसे ही रहेगा तो वो कभी उसमें से कुछ होगा नहीं। पर अगर वो गेहूं का बीज पीस कर और उसमें बहुत सारा प्रक्रिया के द्वारा जाने के बाद है वो एक रोटी बनता है। അതെ, നമ്മള് കർത്താവിന്റെ മേശയ്ക്കായിട്ട് ഒരുമിച്ച് കൂടുമ്പോൾ ഒരപ്പം കാണുകയും ആ ഒരപ്പത്തിന്റെ അംശികളാണ് നമ്മൾ ഘോഷിക്കുകയും ആ ഒരപ്പം നുറുക്കുന്നതിലൂടെ ക്രിസ്തുവിന്റെ മരണത്തെ നമ്മളെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവരാണ്. तो हम जब भी रोटी तोड़ने इकट्ठे होते हैं, जब भी हम रोटी तोड़ते हैं तो हम वो रोटी का भागीदार है। हम वो रोटी तोड़ते वक्त हम मसीह का जो मृत्यु है उसका प्रस्तावना करने वाले लोग बन जाते हैं। വളരെ അർത്ഥപൂർണമാണ് ഈ കാര്യം. कितना अर्थपूर्वक पूर्व है ये जो बात है। അതെ, ആ, ഗോതമ്പ് നുറുക്ക് അല്ലെങ്കിൽ അതെ അതെ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ഗോതമ്പ് നുറുക്കുണ്ട്, റവയുണ്ട്, ആട്ടയുണ്ട്, അതുപോലെ നേരിയ മാവുണ്ട്. तो अगर एक रोटी बनाने के लिए बहुत सारा आटा हमें मिल सकता है। हमें रवा है हमारे पास गेहूं है, हमारे पास मैदा है हमारे पास, और जो बिना खमीरी का जो आटा है। അതെ, നല്ലവണ്ണം നേരിയ മാവായി തീർന്ന ആ നേരിയ മാവാണ് അപ്പത്തിന് ഉപയോഗിച്ചിരുന്നത്. तो बहुत अच्छी तरीके से जो अखमीरी का जो मैदा है उससे बनाया जाता था रोटी। ഗോതമ്പ് നല്ലവണ്ണം പൊടിഞ്ഞത് കൊണ്ടാണ് അത് എല്ലാ മണികളും പൊടിഞ്ഞ് ഒന്നായി തീരുന്ന ഒരു അനുഭവമാണ് നമ്മൾ അപ്പത്തിൽ കാണുന്നത്. तो हम रोटी में क्या देखते हैं कि हर एक जो बीज है वो अच्छी तरीके से पीसे गए हुए बीज है। वो एकदम अच्छी तरीके से पीसे हुए और एकदम अच्छी तरीके से मिले हुए बीज है, हम वो रोटी में देखते हैं। അതെ, നമ്മൾ 1 കൊരിന്ത്യർ ലേഖനം 10:17 വായിച്ചത് അപ്പം ഒന്നായിരിക്കുന്നത് പോലെ അതെ നാം എല്ലാവരും ഒരു ശരീരമായിരിക്കുന്നു എന്നാണ്. तो इसलिए हम पहला कोरिन्थियर 10:17 में हम पढ़े, इसलिए कि एक ही रोटी है, सो हम भी जो बहुत है एक देह है करके हम पढ़े। അതെ, അത് ക്രിസ്തുവിന്റെ ശരീരത്തെയാണ് അത് കാണിക്കുന്നത്. तो वो एक देह मसीह का जो देह है उसको दिखाता है। സഭയാം ശരീരത്തെയാണ് കാണിക്കുന്നത്. जो कलीसिया मसीह का देह है उसको दिखाता है। അതിനുവേണ്ടിയാണ് ക്രിസ്തു ക്രൂശിൽ തകർന്നത്. वो कलीसिया के लिए है, मसीह क्रूस पर वो मारा गया, അത് पीटा गया। യെശയ്യാവിന്റെ പുസ്തകം 53 അധ്യായത്തിലുണ്ട്, അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി എന്ന് വായിക്കുന്നു. 53:10 यशायाह 53 का 10 में हम पढ़ते समय में उधर लिखा है कि उसे मारने के लिए परमेश्वर को इच्छा हुआ। ക്രിസ്തു ക്രൂശിൽ തകർന്നു. മനുഷ്യരെല്ലാവരും അവനെ ഉപദ്രവിച്ചു. അതുപോലെ തന്നെ സാത്താനും അവനെ വേദനിപ്പിച്ചു. അതുകൂടാതെ തന്നെ ദൈവവും നമ്മുടെ ശിക്ഷാവിധിയല്ല, നാം ചെയ്തു പോയ പാപത്തിന്റെ ശിക്ഷ അവന്റെ മേലാക്കുകയും ചെയ്തു.
तो हम उधर क्रूस पर क्या देखते हैं कि वो मनुष्य से त्यागा गया, और शैतान भी उसके खिलाफ खड़ा था, और परमेश्वर ने भी उसे तोड़ने के लिए परमेश्वर को इच्छा रहा, हमारा पाप को परमेश्वर न्याय किया उस क्रूस पर। അതെ, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷയാണ് അവന്റെ മേൽ ആയത്. तो हमारा शांति के लिए जो शिक्षा है उसने अनुभव किया करके लिखा है। അപ്പോൾ ക്രിസ്തുവേശുവിനുള്ളവരും ക്രിസ്തുവിന്റെ തകർച്ച കണ്ട് അവരും തകർന്നവരാണ്. तो जो कोई मसीह का वो टूटा हुआ अवस्था को देखा हुए लोग हैं, वो लोग भी मसीह के साथ वो लोग भी टूट गए हैं या पीस അതെ, गए हैं। അങ്ങനെ तകർന്നവരാണ് ഒരുമിച്ച് ഒരപ്പമായി തീരുന്നത്. ऐसे ही जो टूटे हुए मन के लोग हैं, वो मसीह के साथ वो टूटकर वो लोग एक बन रहे हैं, एक एक देह बन रहे हैं। യേശു കർത്താവാണ് നമ്മെ ചേർത്ത് അതെ ഒന്നായി പണിയുന്നത്. यीशु मसीह है जो हमें एक साथ मिलाकर हमें एक समान वो बांध रहा है। എന്നാൽ ദൈവത്തിന്റെ ജനവും ആ, അവരും തകർന്നവരായിരിക്കണം എന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. पर परमेश्वर का आग्रह, जो परमेश्वर के लोग हैं वो लोग भी टूटे हुए मन के रहना चाहिए है, ये परमेश्वर का आग्रह है। അതെ, ക്രിസ്തുവിന്റെ തകർച്ച കണ്ട് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. मसीह का जो मृत्यु को देखकर, मसीह का जो वो टूटा हुआ अवस्था को देखकर, जो जिनका मन टूटा हुआ है, उसके उनके एकदम निकट है परमेश्वर, यहोवा एकदम निकट है करके हम पढ़ते हैं। അതെ, തകർന്നു നുറുകിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല എന്ന് നമ്മള് 51 സങ്കീർത്തനത്തിൽ വായിക്കുന്നു. तो हम भजन संगीता 51 में हम क्या पढ़ते हैं कि जो टूटे और पिसे हुए मन को परमेश्वर यहोवा कभी त्यागेगा नहीं। അപ്പോൾ നമ്മുടെ ചിന്തയില് നമ്മളൊരു മതക്കാരല്ല, നമ്മളൊരു സംഘടനക്കാരല്ല, പിന്നെയോ നാം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. तो हम जब भी एक होते हैं तभी हम कोई संगठना के या फिर कोई धर्म के लोग नहीं है, पर हम मसीह के शरीर के लोग हैं। വിശ്വാസികളുടെ മനസ്സിലും കടന്നുകൂടാവുന്ന ഒരു ചിന്തയാണ് പഴയ മനുഷ്യനെ മേക്കപ്പ് ചെയ്യുന്ന ഒരു സ്ഥിതി അനേകരുടെയും മനസ്സിലുണ്ട്. बहुत लोगों के പഴയ मन മനുഷ്യനെ में അതെ, बहुत लोगों के मन में ऐसा विचार है कि जो पुराने मनुष्य को ठीक करने का एक विचार बहुत लोगों के मन में है। എന്നാൽ നാം ക്രൂശിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ പഴയ മനുഷ്യന്റെ തകർച്ചയാണ്. पर हम जब एक क्रूस पे देखते हैं तो हमारा पुराना मनुष्य को उधर खत्म कर रहा है परमेश्वर, उधर तोड़ रहा है परमेश्वर। മറ്റു മതങ്ങളിലെല്ലാം അതെ, പഴയ മനുഷ്യനെ ഒന്ന് നന്നാക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് കാണുന്നത്. बाकी सारे धर्मों में हम देखते समय में हम उधर देखते हैं कि वो पुराना जो मनुष्य जो था, उसी को ठीक करने का स्वभाव हम देखते हैं, उसी को अच्छा करने का हम देखते हैं, अच्छा कर रहा है करके हम दूसरे धर्मों में देखते हैं। അതെ, എന്നാൽ നാം ക്രൂശിലേക്ക് നോക്കി അവനിൽ വിശ്വസിച്ച് അവന്റെ നാമത്തിൽ നമ്മൾ സ്നാനപ്പെടുമ്പോൾ നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. तो हम परमेश्वर का मृत्यु पर विश्वास कर कर हम उनका गाड़े जाने में, हम जब भी बपतिस्मा में एक होते समय में हम क्या घोषणा कर रहे हैं, हमारा पुराना मनुष्य को परमेश्वर अभी ठीक नहीं कर रहा है, पर उसको उधर मार कर उधर दफन कर रहा है करने का सच्चाई हमें मालूम पड़ता है। ഈ രീതിയിൽ ഓരോ വിശ്വാസിയും അവരെ ക്രൂശിലെ തകർച്ച കണ്ട് നാമും തകർന്നവരാണെന്ന് വിശ്വസിക്കുന്നവരും അങ്ങനെ തന്നെ എണ്ണുകയും ചെയ്യുന്നവരാണ്. तो कैसे लोग हैं, हम परमेश्वर का जो मृत्यु को देखकर, उसका टूटा हुआ अवस्था को देखकर हम भी खुद हम भी वो टूटे हुए मन में एक हो रहे हैं, तो हमें भी परमेश्वर तोड़कर वैसे लोगों को परमेश्वर बांध रहा है। അതെ, എണ്ണുക എന്ന് പറയുമ്പോൾ അതിന്റെ വില ഗ്രഹിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. तो हम इसको याद कर रहे हैं, उसका मतलब क्या है कि हम उसका मूल्यता को हम जान रहे हैं। അത് എന്തുകൊണ്ടാണ് തകർച്ചയുടെ ആവശ്യം? മറ്റുള്ളവരോട് ചേർന്ന് ഒന്നാകേണ്ടതിനു വേണ്ടിയാണ്. तो हमें ये टूटा हुआ मन का आवश्यकता क्यों है कि जो लोग टूटे हुए हैं उन लोग को साथ में परमेश्वर एक कर रहा है, एक ही साथ बांध रहा है, तो वो दूसरे लोगों के साथ एक होने के लिए है, हमें खुद को तोड़ना है। അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിന്റെ
32-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികള് 4-ാം അധ്യായം 32-ാം വാക്യം, വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു എന്ന് അവിടെ വായിക്കുന്നു. तो प्रेरितों का किताब 4 का 32 में क्या लिखा है कि उधर लिखा है, और विश्वास करने वालों की मंडली एक चित्त और एक मन के थे. അതെ, ക്രിസ്തു തകർന്നവനായതുകൊണ്ട് അവനോട് ചേർന്ന് നാം തകർന്നവരും മറ്റുള്ളവരോട് ഒന്നായി തീരുന്നവരുമാണ്. तो मसीह जिस तरह से क्रूस पर टूट गया, उसी हम वो टूटा हुआ अवस्था को हम देखते समय में, हमारा हृदय जब भी टूटते समय में हम क्या हो रहे हैं, हम बाकी विश्वासियों के साथ हम एक ही चित्त और एक ही मन में और एक ही हृदय में बन रहे हैं. അതെ, ക്രിസ്തുവും പാപികളായിരുന്നു നമ്മെ കൈക്കൊണ്ടു, അതുപോലെ നാം മറ്റുള്ളവരെയും കൈക്കൊള്ളുന്ന അവസ്ഥയാണ് സഭാ ജീവിതത്തിലുള്ളത്. तो कलीसिया जीवन का अर्थ क्या है? जिस तरीके से मसीह ने पापियों को उन्होंने स्वीकारा, हम जैसे लोगों को उन्होंने स्वीकारा, वैसे ही हमारा हृदय टूटते समय में हम क्या करेंगे? बाकी सारे लोगों को हमारा एक स्वीकारने का अवस्था हमारे जीवन में आएगा. അതെ, കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തില് കർത്താവിന്റെ പ്രാർത്ഥന നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. यूहन्ना का सुसमाचार 17वां अध्याय में हम यीशु मसीह का प्रार्थना को हम देखते हैं. 1-ാം വാക്യം, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവർ ആയിരുന്നു, നീ അവരെ എനിക്ക് തന്നു, അവർ നിന്റെ വചനം പ്രമാണിച്ചും ഇരിക്കുന്നു. कितना वाक्य है अगले? അത് 6-ാം വാക്യം. हाँ, छठा वाक्य हम पढ़ते समय में उधर लिखा है कि मैंने तेरा नाम उन मनुष्यों पर प्रकट किया है जिन्हें तूने जगत में से मुझे दिया. वे तेरे थे और तूने उन्हें मुझे दिया, और उन्होंने तेरे वचन को मान लिया है. അതെ, 12-ാം വാക്യത്തില് ഇങ്ങനെ കാണുന്നു, അവരോടുകൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു, ഞാൻ അവരെ സൂക്ഷിച്ചു എന്ന് നാം വായിക്കുന്നു. तो हम 12वां वचन में हम क्या पढ़ते हैं? जब मैं उनके साथ था तो मैंने तेरे उस नाम से जो तूने मुझे दिया है उनकी रक्षा की. मैंने उनकी चौकसी की, और विनाश के पुत्रों को छोड़ उनमें से कोई नाश ना हुआ. അതെ, ഇപ്രകാരം സഭാജീവിതം എന്നുള്ളത് ക്രിസ്തുവിന്റെ തകർച്ച കണ്ട് നാമും തകർന്ന് മറ്റുള്ളവരോട് ഒന്നായി തീരുന്ന അവസ്ഥയാണ്. तो हम मसीह का टूटा हुआ अवस्था को देखकर हम भी खुद टूट जाते हैं, और हम बाकियों को हम वो एक होने बाकियों के साथ, बाकी विश्वासियों के साथ हम एक मन में और एक चित्त में हम बढ़ते जा रहे हैं. यही कलीसिया जीवन है भाई. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. रोमियो का पुस्तक 12वां अध्याय का 5वां वचन में ऐसा लिखा है, അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. तो वैसे ही हम जो बहुत है मसीह में एक देह होकर आपस में एक दूसरे के अंग है. ഇങ്ങനെ ഒരു ദർശനത്തിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. ऐसे एक दर्शन में परमेश्वर ने हमें लाया है. സഭയെക്കുറിച്ച് കർത്താവ് ഈ ഭൂമിയിൽ വെച്ച് സംസാരിച്ചപ്പോൾ ആദ്യമായി സഭയെക്കുറിച്ച് സംസാരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലാണ്. तो कलीसिया का विषय में जब यीशु मसीह बात करते समय में पहली बार उन्होंने कलीसिया का विषय में मत्ती का पुस्तक 16वां अध्याय में ऐसा बोला है. അതിനുശേഷം 18-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലും സഭ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. तो मत्ती 18 का वो 18वां वचन में ऐसे उधर कलीसिया करके मंडली करके वो शब्द यीशु मसीह यूज कर रहे हैं दूसरे बार. അതെ, അവിടെ രണ്ട് സഹോദരന്മാര് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അവരെ നിരപ്പാകുന്ന കാര്യവും കൂടെ സംസാരിക്കുന്നുണ്ട്.
उधर मंडली का विषय क्यों आया? जब भी दो भाई, दो भाई मिलकर वो एक एकता में, वो एक संगति में आने का विषय में यीशु मसीह उधर बोल रहे हैं। അതെ, അങ്ങനെ 19-ാം വാക്യത്തിൽ ആണ് അങ്ങനെ ഒന്നായി തീർന്ന ആ, രണ്ടുപേർ. 19-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: ഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേര് യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എന്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. तो 19वां वचन में ऐसा लिखा है कि यदि तुम में से दो जन पृथ्वी पर किसी बात के लिए जिसे वे मांगे, एक मन को के हो, तो वह मेरे पिता की ओर से स्वर्ग में है, उनके लिए हो जाएगी करके लिखा है। അങ്ങനെയുള്ള രണ്ടോ മൂന്നോ പേർ കർത്താവിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്താണ് അവരുടെ നടുവിൽ കർത്താവ് ഉണ്ട് എന്നുള്ള വാഗ്ദത്വവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. तो ये वादा भी हमें मिला है कि अगले वचन में मिला है कि जब भी दो या तीन ईश्वर प्रभु के नाम पे इकट्ठे होते हैं तो प्रभु उनके मध्य में है। ये वादा भी परमेश्वर ने हमें किया है। അതെ, മനുഷ്യരില് പാപം കലർന്നതിനാൽ ഒന്നാകുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. क्योंकि मनुष्य में पाप में मनुष्य बन गया है, इसलिए वो दो दो लोग साथ में एक होना बहुत कठिन बात है। മറ്റുള്ളവരെ ഉൾക്കൊള്ളുകയും മറ്റുള്ളവരുടെ തെറ്റുകളെ ക്ഷമിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ്. मनुष्य के लिए ये बहुत प्रयास वाली चीज है, बहुत तकलीफ वाली चीज है कि दूसरों को अंगीकार करे, दूसरों को स्वीकार करे, दूसरों का पाप को क्षमा करे। ये दूसरा कोई गलत किया तो उसे क्षमा करे, ये सब चीजें उन्हें करने के लिए मनुष्य को बहुत कठिन चीज है। അതിന് നമ്മിൽ തന്നെ ഒരു തകർച്ചയുടെ ആവശ്യകതയുണ്ട്. इसीलिए हमें हमारे अंदर ये एक टूटा हुआ अवस्था होना चाहिए। അത് അതേക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ഒരു ഉദാഹരണവും കൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. तो उसी विषय में मत्ती का पुस्तक 19वां अध्याय में एक उदाहरण को हम देखते हैं। അത് അതിന്റെ 12-ാം വാക്യം, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തില്: അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ണന്മാരായി ജനിച്ചവരുണ്ട്, മനുഷ്യർ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുമുണ്ട്, സ്വർഗരാജ്യം നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുമുണ്ട്, ഗ്രഹിക്കുവാൻ കഴിയുന്നവർ ഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. ऐसा 19 का 12, मत्ती 19 का 12 में ऐसे लिखा है, क्योंकि कुछ नपुंसक ऐसे हैं जो माता के गर्भ से ही ऐसे जन्मे, और कुछ नपुंसक ऐसे हैं जिन्हें मनुष्यों ने नपुंसक बनाया, और कुछ नपुंसक ऐसे हैं जिन्होंने स्वर्ग के राज्य के लिए अपने आप को नपुंसक बनाया है। जो इसको ग्रहण कर सकता है वह ग्रहण करे। സ്വർഗരാജ്യം നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുണ്ടെന്ന് നമ്മൾ വായിക്കുന്നു. तो हम इधर क्या पढ़ते हैं कि ऐसे भी नपुंसक लोग हैं जो स्वर्ग के राज्य के लिए अपने आप को नपुंसक बनाया है। അതെ, കർത്താവിന്റെ മഹത്വത്തിനായി ഞാൻ ആരുമല്ല, ഞാൻ ഒന്നുമല്ല എന്ന് എണ്ണുകയും സഹോദരങ്ങളെ ഉൾക്കൊള്ളുകയും സഹോദരങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യുന്ന അവസ്ഥ. तो प्रभु में वो एक होकर, प्रभु का वो टूटा हुआ अवस्था को, मन को वो देखकर, वो मनुष्य क्या कर रहा है, भाई क्या कर रहा है कि दूसरों को वो स्वीकार कर रहा है, दूसरों का गलतियों को वो माफ कर रहा है। ഇതപ്പോൾ അല്പം ചിലപ്പോൾ വേദനയുള്ള കാര്യമായിരിക്കും. ये शायद कभी बहुत कठिन बात होगा, बहुत दुख भरी बात होगा। അതെ, ഗോതമ്പ് പൊടി അത് ഇടകലർന്നു, അത് വെള്ളം ചേർത്ത് കുഴയ്ക്കും. ഇതുപോലെ വചനത്താലാണ് നാം ഒന്നാകുന്നത്. तो हम गेहूं को, बीज को क्या होता है, वो पीसकर वो क्या होता है, वो पानी के साथ मिलकर वो एक आटा बनकर रोटी बनता है। वैसे അതെ, ही हम वचन के साथ हमें वो मिलावट होना चाहिए। അതെ, വചനത്തിൽ വിശ്വസിച്ചവരാണ് അവരൊന്നായി തീർന്നത്. जो कोई वचन पे विश्वास किया वो लोग एक बन रहे हैं करके हम पढ़े थे पहले। അതെ, കർത്താവിന്റെ വചനമാണ് നമ്മെ ഒന്നാക്കുന്നത്. प्रभु का वचन है जो हमें एक बनाता है, एक करता है। കർത്താവ് തന്നെത്താൻ ത്യജിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അനേകരും കർത്താവിനെ വിട്ടുപോയി. तो जब यीशु मसीह ने ऐसे सिखाने चालू किया कि तुम अपने आप को त्यागो, तो बहुत लोगों ने उनको छोड़कर चला गया। എന്നാല് അതെ,
യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തില് ഇങ്ങനെ നമ്മൾ വായിക്കുന്നു 66-ാം വാക്യത്തിൽ, അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചില്ല. तो हम यूहन्ना 7 का 67 में हम क्या पढ़ते हैं, उधर लिखा है कि आ, उधर लिखा है कि बहुत लोगों ने प्रभु को छोड़कर वे चले गए और वो उनके എന്നാൽ पीछे नहीं हुए। അതെ, 12 കർത്താവ് ചോദിച്ചു, അല്ലെങ്കിൽ 12 ശിഷ്യന്മാരോടും കർത്താവ് ചോദിച്ചു, നിങ്ങൾക്കും പോയിക്കൂടായിരുന്നോ എന്ന്. फिर प्रभु ने पूछा, 12 चेलों को पूछा कि क्या तुम भी नहीं जा सकते क्या? 68-ാം വാക്യത്തില് അവിടെ പത്രോസ് ഉത്തരം പറയുകയാണ്, കർത്താവേ, ഞങ്ങൾ ആരുടെ പക്കൽ പോകും? നിന്നെ നിത്യജീവന്റെ വചനങ്ങളാണ് നിന്റെ പക്കലുള്ളത് എന്ന് പറയുന്നു. तो उधर पतरस ने जवाब दिया कि हम किसके साथ जाएंगे, किसके पास जाएंगे प्रभु, क्योंकि अनंत काल का जीवन तुम्हारे पास है। അതെ, അതെ, നിത്യവചനമാണ് നമ്മെ ഒന്നാക്കിയിരിക്കുന്നത്. क्योंकि अनंत काल का जीवन है जो हम सबको एक बनाया है। ഓക്കെ, ഒരിക്കല് ഒരാള് ഒരു സ്നേഹമുള്ള ഒരു പാസ്റ്ററെ കണ്ടുമുട്ടി. तो एक समय में एक व्यक्ति ने एक बहुत प्रेमी पास्टर से मिला। ആ പാസ്റ്റർ എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കും. कि वो पास्टर हमेशा बात करते समय में हंस हंस के बात करता था। ആ ചിരി കണ്ട് അദ്ദേഹവും വിശ്വാസത്തിൽ വന്നു. वो पास्टर का हंसना देखकर या फिर वो मुस्कुराते हुए देखकर वो व्यक्ति ने परमेश्वर के ऊपर विश्वास करने लग गया। वो नया जन्म അങ്ങനെ पा लिया। അങ്ങനെ स्नाനപ്പെട്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് യാത്ര ചെയ്യുകയായിരുന്നു. अभी फिर वो बपतिस्मा लेने के बाद वो और पास्टर साथ में एक दिन चल रहे थे, साथ में जा रहे थे। അവരൊരുമിച്ച് ഒരു കല്യാണത്തിന് അവരൊരുമിച്ച് ആഹാരം കഴിക്കാനായിട്ടിരുന്നു. वो भाई और वो पास्टर एक दिन एक शादी में गए और खाने के लिए वे दोनों बैठे। അപ്പോൾ അവിടെ പാസ്റ്റർക്ക് വലിയ പഴവും കിട്ടി, ഇദ്ദേഹത്തിന് ചെറിയ പഴമേ കൊടുത്തുള്ളൂ. तो उधर वो शादी में पास्टर को एक बड़ा केला मिला और वो व्यक्ति को एक छोटा मिला। ഇത് കണ്ടിട്ട് അദ്ദേഹം വിശ്വാസം വിട്ടുപോയി. तो ये देखकर वो व्यक्ति ने वो विश्वास छोड़कर चले गए। പാസ്റ്ററുടെ ചിരി കണ്ടു വന്ന ആള് പഴം കിട്ടാതെ വന്നപ്പോൾ തിരിച്ചുപോയി. जब वो पास्टर का मुस्कुराते हुए चेहरा देखा तो वो विश्वास में आया, और कुछ वो जो पास्टर को जो मिला नहीं है, जो उसको जो भी वो छोटा केला मिला, तो वो क्या किया, उसको उसे वो दर्द होकर वो चला गया, वो छोड़कर चला गया। എന്നാൽ അത് അങ്ങനെയല്ല. നാം ക്രിസ്തുവിന്റെ തകർച്ച കണ്ടു, ക്രിസ്തുവിന്റെ ജീവനുള്ള വചനത്തിൽ വിശ്വസിച്ചു. तो हम वैसे नहीं, हम मसीह का जो टूटा हुआ अवस्था को हम देखे और उनका जीवन पे उनके ऊपर विश्वास किया और उनका जीवन पाए। അങ്ങനെ സഭാജീവിതത്തിൽ വന്നു. കർത്താവ് തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ നമുക്ക് ലഭിച്ച എല്ലാവരെയും സ്നേഹിക്കാനാണ് നമ്മെ ദൈവം കൂട്ടിച്ചേർത്തിരിക്കുന്നത്. तो वैसे ही हम कलीसिया जीवन में हम प्रवेश किए, और जिस तरह से मसीह ने सबसे प्रेम किया, उसी तरह से हम भी हमारे जो भाई बहन है, जो അത് उनको प्रेम അത് करने के लिए प्रभु ने सिखाया। അത് മതങ്ങളിൽ പറയുന്നത് പോലെ നാം പരസ്പരം സ്നേഹിക്കണമെന്നുള്ള ഒരു പഠിപ്പീരോ ഒരു തത്വശാസ്ത്രമോ അല്ല. तो जिस तरीके से धर्मों में सिखाता है या फिर कोई अन्य धर्मों में सिखाता है, वैसे ही वैसे कुछ लिखा हुआ चीज हम करना चाहिए, वैसा हम नहीं कर रहे हैं। പിന്നെയോ ക്രിസ്തുവിന്റെ സ്നേഹമാണ് നമ്മെ നിർബന്ധിക്കുന്നത്. पर हमें मसीह का प्रेम है जो हमें विवश करता है बाकी भाइयों से प्रेम करने। പാപികളും ദുഷ്ടരുമായിരുന്ന നമ്മെ കർത്താവ് കൈക്കൊണ്ടതുപോലെ നാം മറ്റുള്ളവരെയും കൈക്കൊള്ളുന്ന കാര്യമാണ്. तो हम जो पापी और अधर्मी लोगों को जिस तरीके से मसीह ने हमें स्वीकारा, उसी तरीके से हमें बाकी लोगों को, बाकी भाइयों को हमें प्रेम करना, स्वीकारना है। ഇതിന് ചിലപ്പോൾ വേദനയും കഷ്ടവും ഒക്കെ സഹിക്കേണ്ടി വരും. इसके लिए हमें बहुत बार पीड़ाओं से या फिर वेदनाओं से हमें जाना पड़ेगा। ഇങ്ങനെയുള്ള ഒരു വേദനയുടെ അനുഭവം, ഒരു ചൂടിന്റെ അനുഭവത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ये पीड़ा या फिर ये वेदनाओं से हम जाते समय में हम किधर से जा रहे हैं, वो गर्मी से जा रहे हैं, वो गर्म तवे से हम जा रहे हैं। അതെ, മാവ് കുഴച്ചിട്ട് അത് അടുപ്പയിലാണ് വേവിക്കുമ്പോഴാണ് അപ്പമായി മാറുന്നത്. तो जब भी
जब भी वो गेहूं को जब भी हम पीस कर उसे आटा बनाकर उसको क्या करते हैं, हम एक तवा में डालकर उसको हम गरम करते हैं, അതെ, उसको जलाते हैं। ലേവ്യ പുസ്തകത്തിലുണ്ട് ഭോജനയാഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. तो हम लेवियों का पुस्तक में वो बलि को हम देखते हैं, वो अन्न बलि को हम देखते हैं। ഭോജനയാഗത്തിനുള്ള അപ്പം, അത് ചില അപ്പം അത് അടുപ്പില് ചുടുന്ന അപ്പം ഉണ്ടായിരുന്നു, അടുപ്പത്ത് വെച്ച് ചുട്ട അപ്പം ഉണ്ടായിരുന്നു, അതുപോലെ ഉരുളിയിൽ ചുട്ട അപ്പം ഉണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാം വേവിച്ച അപ്പമായിരുന്നു. तो हम देखते हैं कि उधर वो तवा में गरम किया हुआ उधर रोटी को हम देखते हैं। ആ അപ്പൊ ചില സഭാജീവിതം എന്നുള്ളത് ഇതുപോലെ ഒരു ചൂടേറിയ അനുഭവമാണ്. तो इसी तरीके से हम देखते समय में कलीसिया जीवन एक गरम तवे से जाने वाला एक अनुभव हमें होता है। മറ്റുള്ളവരെ കൂടെ ഒന്നായി തീരുമ്പോൾ ചിലപ്പോൾ വേദനയുടെയും തെറ്റിദ്ധാരണയുടെയും പല പ്രയാസങ്ങളിലൂടെയും കടന്നുപോയെന്ന് വരാം. तो इस कलीसिया जीवन में हमें दूसरों से हमें बहुत सारा तकलीफ आ सकते हैं, गलतफहमी आ सकते हैं, ये सब अवस्थाओं में से हम जा सकते हैं। അതെ, നമ്മുടെ കർത്താവ് നമുക്ക് നല്ല ഉദാഹരണം കാണിച്ചു തന്നു. तो हमारा प्रभु यीशु കർത്താവ്, मसीह हमें ये समझो। അതെ, അവൻ ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിച്ചു. तो हम यीशु मसीह को एक अच्छा आदर्श के समान हमें देखना है, क्योंकि उधर हम देखते हैं कि सब होने के बाद यीशु मसीह क्या करेगा, वो राज्य को जो അതെ, पिता है उसके हाथों में सौंप देगा करके लिखा है। യെശയ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് അവന്റെ ശബ്ദം തെരുവിലെങ്ങും കേട്ടില്ല എന്നാണ്. यशायाह का पुस्तक में हम देखते हैं कि उनका आवाज किधर भी गलियों में सुनाई में नहीं आया। അതെ, മറ്റുള്ളവരുടെ മുൻപാകെ തർക്കിക്കുകയോ വാദിക്കുകയോ വഴക്കുണ്ടാക്കുകയോ ചെയ്യുന്ന അനുഭവം കർത്താവിൽ ഉണ്ടായിരുന്നില്ല. प्रभु का आदर्श देखते समय में वो पिता के अधीन में हमेशा रहता था, और किसी को किसी के बारे में बुरा भला या फिर किसी के खिलाफ वो गया नहीं। അതെ, പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ജോസഫ് തെറ്റിദ്ധരിക്കപ്പെട്ടു, അവൻ ജയിലിൽ അകപ്പെടുകയുണ്ടായി. तो हम पुराने नियम में देखते हैं कि जो यूसुफ बहुत सारे कठिनाइयों से गया, वो जेल में उसको डाला गया था। അതെ, അതെ, എല്ലാവരും തെറ്റിദ്ധരിച്ചു, എല്ലാവരും അവനെ മറന്നു കളഞ്ഞു. सब लोगों ने उसे उसे भूल सब लोगों से उसे पीड़ा हुआ, और सब लोगों എന്നാൽ ने उसे भूल गया था यूसुफ को। എന്നാൽ ദൈവം മറന്നില്ല. തക്ക पर उधर സമയം തക്ക സമയത്ത് ദൈവം അവനെ ഉയർത്തി എന്ന് കാണുന്നുണ്ട്. पर उधर यूसुफ को परमेश्वर ने कभी भूला नहीं। सही समय जब भी आया तभी यूसुफ को परमेश्वर ने उसे एकदम ऊंचा पदवी में लाया। ഫിലിപ്പി ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, നമ്മുടെ കർത്താവ് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്ന്. तो हम फिलिपियों का पुस्तक में हम देखते हैं कि यीशु मसीह ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു. तो फिलिपियों का पुस्तक में हम देखते समय उधर लिखा है कि यीशु मसीह क्रूस का मृत्यु तक वो आज्ञाकारी बना रहा। തുടർന്ന് നമ്മൾ വായിക്കുന്ന, അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി എന്ന് വായിക്കുന്നു. इसीलिए उधर लिखा है कि इसलिए परमेश्वर ने उसे जिलाया और एकदम അതെ, ऊंचा पदवी में लाया। ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ, അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി എന്നാണ്. तो फिलिप्पो का पुस्तक 2 का 9 में ऐसे लिखा है कि इस कारण परमेश्वर ने उसको अति महान भी किया, और उसको वह नाम दिया जो सब नामों में श्रेष्ठ है। എന്തിനാണ്? നമ്മയും ചിലപ്പോൾ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും. बहुत समय ऐसा आएगा जब भी हमें बहुत सारे भाई भाई लोग हमसे गलतफहमी में आएंगे। ചിലപ്പോൾ വേദനയിലൂടെ കടന്നുപോയെന്ന് വരാം. बहुत सारा पीड़ाओं से या वेदनाओं से हम गुजर सकते हैं। ഇവിടെ നമുക്ക് കലഹിക്കാനോ തർക്കിക്കാനോ കർത്താവിന്റെ വചനം അനുവദിക്കുന്നില്ല. इधर हमें उनके खिलाफ जाना या फिर ये चिंता में आना, ये वचन हमें कभी सिखाता नहीं है। അവന്റെ കരങ്ങളിൽ താണിരിക്കുക എന്നുള്ളത് ഒരപ്പം വേവാനായിട്ട് അടുപ്പിൽ വെക്കുന്നത് പോലെയാണ്.
उनके हाथों में हमें समर्पण समर्पण में रहना है। ये अवस्था एक तवा से या तंदूर से गुजरने वाला एक अवस्था है। ഒരുപക്ഷെ ജോസഫിനെ പോലെ 2 വർഷമോ 4 വർഷമോ കടന്നുപോയെന്ന് വരാം. ऐसा हो सकता है जैसे यूसुफ के जैसे दो यूसुफ के समान हमें 2 या 4 वर्ष भी हो सकता है। മറ്റുള്ളവർ നമ്മെ മറന്നുപോയെന്ന് വരാം. सब लोग हमें भूल भूल गए, ऐसे अवस्था भी आ सकता है। എന്നാൽ ദൈവത്തിന്റെ കരങ്ങളിൽ നാം താണിരിക്കുമ്പോഴാണ് ദൈവം നമ്മെ തക്ക സമയത്ത് ഉയർത്തുന്നത്. पर हम परमेश्वर के हाथों हाथों में हम समर्पण में अगर हम रहेंगे तो एक समय एक समय आएगा जब भी प्रभु हमें उठाएगा, हमें जिलाएगा। അപ്പോഴാണ് നാം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ, ജീവനുള്ള ശരീരത്തിന്റെ ഒരവയവം എന്ന നിലയിലേക്ക് നാം മാറുന്നത്. तो उस समय में हमें ये इसका ये असली हमें चित्र मिलेगा कि हम यीशु मसीह का देह के से एक अंग है। അതെ, ആ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നാം എത്തിച്ചേരുകയാണ്. उसका एक असली एक रूपांतर में हम वो बोधि में हम आएंगे कि हम मसीह के देह के लोग हैं। അതെ, ക്രിസ്തുവിന്റെ ക്രൂശ് മരണം ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ നാം അത് അംഗീകരിച്ച് വിശ്വസിച്ച് അതിന്റെ യഥാർത്ഥ വെളിച്ചത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അത് അനുഭവമായി തീരുന്നത്. यीशु मसीह का क्रूस का मृत्यु ये एक सच्चाई तो है, पर जब भी हम इसको ये सच्चाई को हम स्वीकारेंगे, हम उस पर विश्वास करेंगे और ये हम ग्रहण करेंगे तो हमें उसका असली हम अर्थ हमें मालूम पड़ता है। അതെ, 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ കാണുന്നത്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. पहला पत्रस 2 का 24 में ऐसा लिखा है कि वह आप ही हमारे पापों को अपनी देह पर लिए हुए क्रूस पर चढ़ गया, जिससे हम हमारे पापों के लिए मर मर गए मर അതെ, कर हमें धार्मिकता के लिए जीवन बनाने के लिए वो मारा गया। 23-ാം വാക്യത്തിന്റെ ഒടുവിൽ ഇങ്ങനെ കാണുന്നുണ്ട്, ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക അത്രേ ചെയ്തത്. तो हम देखते हैं कि जो न्याय से जो सबका जो जो धर्म से सबका न्याय करता है उसके हाथों के और उसने सौंप दिया करके हम पढ़ते हैं। അതെ, അത് ഒരു ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ചില ഗോതമ്പ് മണികൾ പൊടിഞ്ഞ് കുഴഞ്ഞ് അത് വെന്ത് അപ്പമായി തീരുന്നത് പോലെ तो जिस तरीके से एक गेहूं का बीज वो पीस कर वो एक रोटी के वो तवे से जाकर प्रक्रिया से जाकर वो एक रोटी बनने के समान। അതെ, ഇതേ രീതിയിലാണ് നാം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണെന്നുള്ള യാഥാർത്ഥ്യ ബോധത്തിലേക്കും വിശ്വാസത്തിലേക്കും നാം ഇങ്ങനെ നടത്തപ്പെടുകയാണ് ചെയ്യുന്നത്. इसी तरह से हम भी मसीह का देह के हम एक अंग है, इसका असली एक चित्र हमें ये समझ में आता है, ये बोध में हम बढ़ते रहते हैं। അതെ, പഴയ നിയമത്തിലെ ഒരു ഒരു സംഭവമുണ്ട്. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായത്തില്. तो पुराने नियम में एक ऐसा एक घटना है, पहला समूएल। അതെ, ദാവീദിനെ യോനാഥാന് അതെ സ്വന്തം സഹോദരനെ പോലെ സ്നേഹിക്കുന്നു. दाऊद को योनादान एक खुद के भाई के समान वो प्रेम करता है। അതെ, അവരുടെ സ്നേഹം വളരെ ഉറ്റ സ്നേഹമായിരുന്നു. और उनका प्रेम एकदम गहरा प्रेम था। അതെ, ഈ രീതിയില് സഹോദരങ്ങളെ നാമും കൈക്കൊള്ളണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. तो इसी तरीके से हम भी सारे भाई बहनों को इसी प्रेम से हमें प्रेम करना है, हमें समझना है। അതെ, ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. पहला समूएल का पुस्तक 18वां अध्याय और पहला वचन में लिखा है। ഇങ്ങനെ വായിക്കുന്നു, അവൻ ശൗലിനോട് സംസാരിച്ച് തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സിനോട് പറ്റിച്ചേർന്നു. യോനാഥാൻ അവനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു.
पहला वचन में ऐसा लिखा है कि योनातान उसे अपने प्राण के बराबर प्रेम प्यार करने लगा करके लिखा है। അതെ, ഈ നിലയിൽ നമുക്ക് തന്നിട്ടുള്ളവരെ എല്ലാം നാം സ്നേഹിക്കാനാണ് ദൈവത്തിന്റെ ആഗ്രഹം. परमेश्वर का इच्छा ये है कि जो कोई भाई बहन हमारे साथ है उन्हें हमें प्रेम करना है। ക്രിസ്തുവും പിതാവ് നൽകിയിട്ടുള്ളവരെല്ലാം സ്നേഹിച്ചു. मसीह भी जो कोई उसे पिता के हाथ से मिला है उन लोगों को वो अंत तक प्रेम किया करके हम जानते हैं। ഈ പാപികളായ അതുപോലെ തന്നെ ശത്രുക്കളായിരുന്നവരെ എല്ലാം വഹിച്ചുകൊണ്ടാണ്, അവരുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ടാണ് അവൻ ക്രൂശിലേക്ക് പോയത്. हम जो पापी थे, हम जो बैरी थे, हम जैसे लोगों का पापों को वो ले उठाकर है वो क्रूस पर वो मारा गया। അത് ഈ പാപികളെയും ദുഷ്ടരെയും ശത്രുക്കളെയും വഹിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ അവരോടുള്ള സ്നേഹമായിരുന്നു. जब भी हम जो पापी है, हम जो बैरी है, हम जो धर्मी है, हम जैसे लोगों का पाप जब भी वो अपने ऊपर वो लिया तो वो അതെ, हम पर प्रेम कर रहा था भाई। പിതാവ് സ്നേഹിച്ച എല്ലാവരെയും പുത്രനും സ്നേഹിച്ചു. जिन लोगों को पिता ने प्रेम किया उन लोगों को पुत्र ने भी अंत तक प्रेम किया। ആ സ്നേഹം യോനാഥാൻ ദാവീദിനെ സ്നേഹിച്ചതുപോലെ ആയിരുന്നു. तो वो प्रेम योनातान दाऊद को जिस तरीके से अपना प्राण के बराबर उसने प्रेम किया वैसे ही हमें हमसे परमेश्वर प्रेम किया। 1 ശമൂവേലിന്റെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: യോനാഥാൻ ദാവീദിനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കൊണ്ട് അവനുമായി സഖ്യത ചെയ്തു എന്നാണ്. तो उधर तीसरा वचन में पहला शमूएल 18 का 3 में ऐसे लिखा है कि योनातान ने दाऊद से वाचा बांधी क्योंकि वह उसको अपने प्राण के बराबर प्यार करता था। പഴയ നിയമത്തിൽ അങ്ങനെയായിരുന്നു. എന്നാൽ പുതിയ നിയമത്തില് അതിലുപരിയായി സ്നേഹമായ ക്രിസ്തു നമ്മുടെ ഉള്ളങ്ങളിൽ സ്നേഹമായി വന്നിരിക്കുകയാണ്. पुराने नियम में वैसे वो प्रेम करते थे, पर नया नियम में जो व्यक्ति हमसे प्रेम करता है वही व्यक्ति हम हमारे अंदर रहने आया है। അതെ, ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞത് സാധിപ്പാനായിട്ടാണ് അവൻ നമ്മുടെ ആത്മാവിൽ വന്നത്. तो जो व्यवस्था को पूरा नहीं कर पाते थे, जो व्यवस्था कभी पूरा नहीं कर सकता था, उसको पूरा करने के लिए है मसीह हमारे आत्मा में निवास कर रहा है। അതെ, നമുക്ക് ലഭിച്ച എല്ലാ സഹോദരങ്ങളുമായി നാം ഒന്നാണ്. तो हमें जो कोई भाई मिले हैं हम उनके साथ एक है भाई। അവരെല്ലാവരും ചേർന്നതാണ് ക്രിസ്തുവിന്റെ ശരീരം. हम सब मिलाकर है मसीह का देह, അതെ, जो शरीर है। എഫെസ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് അതില് ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും യഹൂദന്മാരോ യവനന്മാരോ എന്ന് വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒന്നാക്കി തീർത്തു കർത്താവ്. तो एफिसियों का पुस्तक में हम पढ़ते हैं कि अभी जो मसीह में है वो अभी उसमें यूनानी नहीं है, इसमें अन्य जाति नहीं है, हम सब मसीह में एक है। അത് എഫെസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു എന്നാണ്. तो एफिसियों 2 का 22 में ऐसा लिखा है, जिसमें तुम भी आत्मा के द्वारा परमेश्वर का निवास स्थान होने के लिए एक साथ बनाए जाते हो। അതെ, ഇതാണ് ഒരു യഥാർത്ഥമായ സഭാജീവിതം. ആ യാഥാർത്ഥ്യത്തെയാണ് നമ്മൾ അപ്പം നുറുക്കുന്നതിലൂടെ ഘോഷിക്കുന്നത്. तो ये है असली कलीसिया जीवन। ये हम जब भी रोटी तोड़ते हैं तो हम इसका प्रस्तावना करते हैं, इसको हम घोषणा करते हैं। പ്രൈസ് ദി ലോർഡ്. ഈ Amen. യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മളെ ദൈവം കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. तो यही सच्चाई में है, परमेश्वर हमें बुला रहा है, हमें बोधे करा रहा है। ഇങ്ങനെയുള്ള ക്രിസ്തുവിന്റെ ജീവനുള്ള ശരീരത്തിന്റെ ജീവനുള്ള അവയവങ്ങളാണ് നാം. तो हम मसीह का जो जीवित शरीर है, जीवित देह का हम एक जीवित लोग है भाइयों। ഈ हम है। ഭാഗ്യകരമായ പദവിയിലേക്ക് കൃപയാൽ നമ്മെ ദൈവം കൂട്ടിക്കൊണ്ടുവന്നു. तो ये भाग्य अवस्था में परमेश्वर ने अनुग्रह के द्वारा हमें लेकर आया। ദൈവസ്നേഹമായിരുന്നു അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നത്. इसके पीछे परमेश्वर का प्रेम था भाई। ക്രിസ്തുവിന്റെ സ്നേഹമാണ് നമ്മെ നിർബന്ധിക്കുന്നത്. ये मसीह का प्रेम है जो हमें विवश करता है।
എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. അതുകൊണ്ടാണ് നാമും നമ്മളെ മരിച്ചവരായിട്ട് എണ്ണുന്നു. क्योंकि सब लोगों के लिए एक व्यक्ति मारा गया, इसलिए हम भी खुद को मरे हुए जैसे हमें देखना है। എന്നാൽ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ യാഥാർത്ഥ്യത്തിനു വേണ്ടി നാം അവനായി അവന്റെ മഹത്വത്തിനായി ജീവിക്കുന്നു. तो मसीह का शरीर का जो सच्चाई है, उसका महिमा के लिए हम जी रहे हैं। ഈ പദവിയോർത്ത് നമുക്ക് ദൈവത്തെ വാഴ്ത്താം, കർത്താവിനെ മഹത്വപ്പെടുത്താം. ये जो पदवी हमें मिला है, इसके लिए हम परमेश्वर का स्तुति करें, उसका धन्यवाद दें। അതെ, ഇങ്ങനെ ശത്രുക്കളായിരുന്ന നമ്മെ ഇപ്പോൾ അതെ ക്രിസ്തുവിൽ നമ്മെ സമീപസ്ഥരാക്കി തീർത്തതുകൊണ്ട് നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം. हम परमेश्वर को धन्यवाद दें, क्योंकि हम जो शत्रु थे, हम जो बैरी थे, हमें परमेश्वर के साथ एकदम करीब मसीह ने लाया है। ये देखकर हम परमेश्वर का धन्यवाद दें। അതെ, മുൻപേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിൻ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. तो हम एक समय में हम जो दूर थे, हमें मसीह के लहू के द्वारा हमें परमेश्वर से निकट कराया गया। ഇതിനെല്ലാം കാരണമായി തീർന്ന ക്രിസ്തുവിന്റെ മരണവും അവൻ ചൊരിഞ്ഞ രക്തവും ആ വിലയേറിയ രക്തത്തെ വിശുദ്ധീകരണ ശക്തി ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. तो जो मसीह ने जो हमारे लिए मारा गया है, और जो मसीह का जो लहू, जो एकदम पवित्र लहू परमेश्वर ने बहाया है, इसके लिए हम परमेश्वर का धन्यवाद दें, प्रभु का धन्यवाद दें। കർത്താവ് എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കട്ടെ. कि परमेश्वर हम सबको आशीषित करे। പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.